അതായത് ഒരു ബിസിനസ് രംഗത്തു നിന്നാണ് സാർ പെട്ടെന്ന് ഒരു സേവന രംഗത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം സാർ എടുക്കുമ്പോൾ സാറിൻ്റെ കൂടെയുള്ളവരുടെ ഒക്കെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 52ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. ഒരു ഉൾവിളിയാണ് അത്. ഞാൻ പറയും എൻ്റെ ഗുരുനാഥനും ഈശ്വരനും ഒക്കെ ആയ സത്യസായി ബാബയുടെ ഇതായിട്ടുള്ള ഒരു ഉൾവിളിയായിരിക്കണം. ഇങ്ങനെ വന്നു, ഫുൾ ടൈമായിട്ട് പ്രവർത്തിക്കണം, ഫുൾ ടൈമായിട്ട് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു പ്രചോദനവും ഉള്ളിൽ നിന്ന് വരികയാണ് എൻ്റെ. പിന്നെ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് എൻ്റെ ഭാര്യ മക്കളുടെ അടുക്കലാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിച്ചാണല്ലോ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ അടുക്ക അത് ചോദിച്ചപ്പോൾ അവർ എന്നേക്കാളിലും ഉത്സാഹമായിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനെ തന്നെ വേണം, ഫുൾ ടൈം വേണം ചേട്ടാ എന്ന് പറഞ്ഞത്. അത് വലിയൊരു അക്സെപ്റ്റൻസാണ്, വലിയൊരു അംഗീകാരമാണ്. പിന്നെ മക്കളെല്ലാം ഏകദേശം പഠിത്തം കഴിഞ്ഞു, ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. പിന്നെ അല്ലാതെ ആണെങ്കിലും ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എൻ്റെ ഭാര്യ രാജാ രവിവർമ്മയുടെ കൊച്ചുമോളാണ്, പുളിമാനൂർ കൊട്ടാരത്തിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് റെൻ്റൽ ഇൻകവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ സൈഡും വളരെ സേഫായിരുന്നു. അതും ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ വന്നതും അങ്ങനെ ഒരു യൂ ടേൺ ആയിരുന്നു അത്.